കഞ്ഞിക്കും ചോറിനും പറ്റിയൊരു ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അരക്കപ്പ് ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുക്കണം. ഇതിൻ്റെ വെള്ളം ഒരു സ്വല്പം പോകാൻ വേണ്ടി ഞാൻ പേപ്പർ ടവൽ കൊണ്ടുവന്ന് വെള്ളം മാറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇത് വെള്ളം പോയി ഡ്രൈ ആയി. ഇനി ഇത് വറുത്തെടുക്കണം. ഈ പാൻ ചൂടായി. ഇതിലേക്ക് ഞാൻ ചെമ്മീൻ ഇടുകയാണ്. ചെമ്മീൻ വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ അതിൻ്റെ വാലും തലയും കാലും അതൊക്കെ നമുക്ക് കൂടും. റോസ്റ്റ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകരുത്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ നല്ല റോസ്റ്റഡ് സ്മെല്ല് വരും. അപ്പോൾ ഞാനിതിനി സ്റ്റൗവിൽ നിന്ന് മാറ്റുകയാണ്. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇത് പൊടിയുന്നുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇത്. സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിൽ മുളകും പുളിയെല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. 3 ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വലുതായതുകൊണ്ടാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുകയാണ്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 3 ഉള്ളിയോളം എടുത്താൽ മതി. ഉള്ളിയും കൂടി ഇതിലിട്ടൊന്ന് വഴറ്റുക. 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങ ഈ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് അതിൻ്റെ വെള്ളം വറ്റിച്ചൊന്ന് എടുക്കുകയാണ്. 3 മിനിറ്റ് ഞാൻ തേങ്ങ റോസ്റ്റ് ചെയ്തുള്ളൂ. തേങ്ങ റോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അല്ലാതെയും ചതച്ചെടുക്കാം. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ചതച്ചെടുക്കണം. തേങ്ങ തണുത്തു. ഞാനിതൊരു മിക്സി ജാറിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സ്വല്പം പച്ച മാങ്ങ ചെറുതായിട്ട് കഷ്ണിച്ചെടുത്തതാണ്. ഇത് ഒരു പൂള് മാങ്ങയോളം ഉണ്ട് ഇത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ പൾസ് ചെയ്ത് എടുത്താൽ മതി. അതങ്ങ് അരഞ്ഞു പോകരുത്. ഇതുപോലെ ചതച്ച് എടുത്താൽ മതി. അങ്ങ് അരഞ്ഞു പോകാതെ ഈ പരുവമായിരിക്കണം. ഉണക്കച്ചെമ്മീൻ മാങ്ങ ചമ്മന്തി റെഡിയായി. വളരെ നല്ല ടേസ്റ്റിയാണിത്. ഇത് ചോറിനും കഞ്ഞിക്കും ഒക്കെ വളരെ നല്ലതാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.